നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളിലൂടെ തന്നെ വലിയൊരു വിവരം ഭാരതത്തിലെ ജനങ്ങൾ അറിഞ്ഞിരുന്നു. ഏതാണ്ട് 253ഓളം ഐസിസ് ബന്ധമുള്ള ജിഹാദികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 14 സംസ്ഥാനങ്ങളിൽ നിന്നാണ്, ഭാരതത്തിലൊട്ടാകെ 14 സംസ്ഥാനങ്ങളിലായി ഓഗസ്റ്റ് 12-ാം തീയതി കേന്ദ്ര ഏജൻസികൾ സംയുക്തമായി നടത്തിയ റെയ്ഡുകളിലും പരിശോധനകളിലുമാണ് ഇത്തരത്തിലുള്ള 253ഓളം ജിഹാദികൾ പിടിയിലായിരിക്കുന്നത്. ഇത്തവണ പക്ഷേ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം അതിലില്ല. 2 പേർ മാത്രമേ കേരളത്തിൽ നിന്ന് പിടിയിലായിട്ടുള്ളൂ. ഭൂരിഭാഗം പേരും വടക്കേ ഇന്ത്യയിൽ നിന്നാണ് പിടിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നമ്പർ 1 സ്ഥാനം നഷ്ടപ്പെടുത്തുവാനായി സംഘപരിവാറിൻ്റെ ഒരു ഗൂഢശ്രമമാണോ ഇത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ AA റഹീമും മുഹമ്മദ് റിയാസും ജോൺ ബ്രിട്ടാസും ഒക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗവേഷണ ഫലം പുറത്തു വരുമ്പോൾ നമുക്കതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഉത്തർപ്രദേശിൽ നിന്ന് 62 പേർ, ഹരിയാനയിൽ നിന്ന് 52 പേർ, ഡൽഹിയിൽ നിന്ന് 51 പേർ, പഞ്ചാബിൽ നിന്ന് 44 പേർ, രാജസ്ഥാനിൽ 15, മഹാരാഷ്ട്രയിൽ 8, ഉത്തരാഖണ്ഡിൽ 5, കർണാടക, ഗുജറാത്ത്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 3 പേർ വീതവും, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന്, കേരളം എന്നിവിടങ്ങളിൽ നിന്ന് 2 പേർ വീതവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് പോകുന്നത്. ഈ കണക്കുകളിൽ ഒരു കഥയുണ്ട്. ഈ കഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും. തമിഴ്നാട്, കർണാടക, കേരള ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിയിലായ ജിഹാദികൾ സംഖ്യ കണക്ക് നോക്കുമ്പോൾ തുച്ഛമാണ് അന്യ സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അതിൻ്റെ ഒരു പ്രധാന കാരണമായി ഇപ്പോൾ ഒരു നിരീക്ഷകർ പറയുന്നത്, രാഷ്ട്രീയ നിരീക്ഷകരാകട്ടെ, ഈ ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ നിരീക്ഷകരാകട്ടെ, നമ്മുടെ തന്നെ RPയെക്കുറിച്ച് അറിയാമല്ലോ. ഇന്ന് സന്ദർഭവശാലൊന്ന് ചിലരുമായിട്ട് സംസാരിക്കാൻ ഇടയായതുപോലെ ഈ പോലുള്ളൊരു അന്വേഷണ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലം നേരിട്ട് തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ളൊരാൾ, അങ്ങനെയുള്ള പരിചയവും വെച്ച് മാധ്യമപ്രവർത്തനത്തിലും ദീർഘകാല പരിചയമുള്ളവർ, അത്തരത്തിലൊരു പ്രൊഫൈലുള്ള ആളുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിദഗ്ധരുടെ ഇക്കാര്യത്തിലുള്ള നിരീക്ഷണങ്ങളും ഒരു വിശകലനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഒരു വിശകലനം എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് കുറഞ്ഞ സംഖ്യയിൽ ഭീകരവാദികൾ പിടിയിലായതിൻ്റെ ഒരു പ്രധാന കാരണം ഒരുപക്ഷെ രാജ്യത്താകമാനം ഈ ജൻസിയുടെ പേരിലൊക്കെ കലാപങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്, സജീവമായി തന്നെ നടക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്ന് പിടിയിലായ ഹമീം മൊണ്ടാൽ എന്ന ഭീകരൻ്റെ മൊഴികളനുസരിച്ച് ജന്തർ മന്ദറിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും കടന്നു കയറി പെട്രോൾ ബോംബ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എറിഞ്ഞ് കുഴപ്പങ്ങളുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഖാലിസ്ഥാനികളാകട്ടെ, പോലീസുകാരുടെ വേഷത്തിൽ നുഴഞ്ഞു കയറി കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കി വലിയ രീതിയിലുള്ള കൂട്ടക്കൊലകൾ ആസൂത്രണം ചെയ്യുന്ന ജിഹാദികളാകട്ടെ, അവരുടെ എല്ലാം പദ്ധതികൾ ഈ കലാപശ്രമങ്ങൾക്കൊപ്പം തന്നെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികളുടെ ഫലപ്രാപ്തിക്ക് വേണ്ടിയും നടപ്പാക്കലിന് വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കാം കേരളത്തിൽ നിന്നുമൊക്കെ ഒരുപക്ഷെ അതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ജിഹാദികൾ പുറത്തേക്ക് പോയിട്ടുള്ളത്. അതിലെത്ര കേരളീയരുണ്ട് എന്നുള്ളത് ഇതുവരെ തരംതിരിച്ച വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ആകെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ 2 പേർ പിടിയിലായത്, 2 ജിഹാദികൾ പിടിയിലായത് കേരളത്തിൽ നിന്നായിരിക്കും. ഇത്രയും കാലത്തെ ഒരു പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ പറയുന്നു, ഈ പിടിയിലായ 2 പേർ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന എത്രയും പെട്ടെന്ന് ഹോറിഫൈഡ് ആകാൻ നടക്കുന്ന ജിഹാദികളാകുവാനുള്ള സാധ്യത കുറവാണ്. ഇവർക്ക് ഒരു പക്ഷേ പരിശീലകരോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള എന്തെങ്കിലും ഭൂമികയായിരിക്കും ഈ ജിഹാദി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. സ്ഥിരീകരണം വരാനുണ്ട്, സബ്ജക്റ്റ് ടു കറക്ഷൻ. എന്നാലും കറക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കേരളം ഭീകരവാദത്തിൻ്റെ നഴ്സറിയല്ല, സർവകലാശാലയുമല്ല. ഈ പറയുന്ന പോലെ സ്വയം പ്രഖ്യാപിത ഒരു സാമ്രാജ്യമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. വിഷയത്തിലേക്ക്, അതായത് പ്രധാന വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ 253 പേരെ ഒരേ സമയം അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് NIAയുടെ ഒരു വിജയമായിട്ട് അവർ പറയുന്നില്ല. NIAയുടെ കേന്ദ്രാന്വേഷണ ഏജൻസികളുടെയും ആഭ്യന്തര വിഭാഗത്തിൻ്റെയും വിജയമായി അവർ പറയുന്നില്ല. കാരണം അവർക്ക് തന്നെ അറിയാം, ഈ ഐസിസ് ബന്ധമുള്ള ശൃംഖലയിൽപ്പെട്ട 253 പേർ മാത്രമേ പിടിയിലായിട്ടുള്ളൂ. കാരണം RP തോട്ട്സിലൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഹൈബ്രിഡ് ജിഹാദികൾ എന്നൊരു ഇനം തന്നെ പുതിയതായി ഉണ്ടായി വരുന്നുണ്ട്. ഒരു സംഘടനയുമായി പ്രത്യക്ഷത്തിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലാതെ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകളും മറ്റും ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്ത്
ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഭീകരാക്രമണങ്ങൾ നടത്തുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മതം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് ജിഹാദികൾ, ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നവർ, അതിൽ തന്നെ ഒരല്പം കൂടി കടന്ന് സംഘടിതമായിട്ടുള്ള ശൃംഖലകളെ ആസൂത്രണം ചെയ്യുന്ന വ്യക്തികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭീകരവാദം പുതിയൊരു പ്രവർത്തന രീതിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 253 പേരുടെ അറസ്റ്റ്, 80ഓളം FIRകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി ആയുധങ്ങൾ, അതും പാകിസ്ഥാൻ നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങളും പദ്ധതികളുടെ ബ്ലൂ പ്രിൻറ്റുകളും മാർഗരേഖകളും എല്ലാം ഇവരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി അങ്ങോട്ടേക്കുള്ള ആക്രമണങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾ സദാ ജാഗരൂകരായി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. 253 പേരെ പിടികൂടിയത് കൊണ്ട് ഈ വിഷയം എവിടെ അവസാനിക്കുന്നില്ല എന്നവർക്ക് വ്യക്തമായി അറിയാം. നമ്മുടെ സ്രോതസ്സുകളും അന്വേഷണ ഏജൻസികളുടെ നമ്മുടെ സ്രോതസ്സുകളും നമ്മോട് അത് തന്നെയാണ് പറയുന്നത്. അങ്ങോട്ട് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാം. ഒരുപക്ഷെ ഭാരതം ഇന്നോളം അല്ലെങ്കിൽ ഈ സമീപകാലത്ത് കണ്ടിട്ടില്ലാത്തത്രയും വലിയ രീതിയിലുള്ള ഈ മാൻ ഹണ്ടുകളുണ്ടല്ലോ, ആളുകളെ വേട്ടയാടി പിടിക്കുക എന്ന് പറയുന്നത്, കുറ്റവാളികളെ വേട്ടയാടി പിടിക്കുക, അത്തരത്തിലുള്ള മാൻ ഹണ്ടുകൾ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോഞ്ച് ചെയ്യപ്പെട്ടേക്കാം. അത്തരത്തിലുള്ള മാൻ ഹണ്ടുകൾക്ക് ഈ നരവേട്ടയ്ക്ക് തുടക്കം കുറിച്ചേക്കാം വരും ദിവസങ്ങളിൽ. അങ്ങനെയാണ് സാഹചര്യങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. ഈ നരവേട്ട എന്ന് പറയുമ്പോൾ അതിനെ ഒരു സകാരാത്മകമായി തന്നെ കാണണം. ഭീകരവാദികളെ തൽക്കാലത്തേക്ക് നരന്മാരായി കണ്ട്, ശരിക്കും അതിനെ സുരകവേട്ട എന്നാണ് പറയേണ്ടത്. നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വല്ലപ്പോഴുമൊക്കെ പാലിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് നരവേട്ട എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഇത്തരക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു വലയമുണ്ടെന്നുള്ള കാര്യം സംശയാതീതമായി തന്നെ നമുക്ക് പറയുവാൻ സാധിക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്തുണയില്ലാതെ, പ്രാദേശികമായ പിന്തുണയില്ലാതെ കേരളത്തെപ്പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത്, അതും ജനസാന്ദ്രത വളരെയുള്ളൊരു സംസ്ഥാനത്ത് ഇവർക്ക് കഴിയുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇപ്പോൾ ഒരു സാമ്രാജ്യമായി, ജിഹാദി സാമ്രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ 10 വർഷങ്ങളായി വലിയ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്ത് കേരളത്തിലെത്തി ഒളിച്ചു താമസിച്ചിരുന്ന നിരവധി ജിഹാദികളുടെ കഥകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴായി തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിച്ചതാണ്. ആവർത്തന വിരസത കൊണ്ട് മാത്രം ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. പഴയ ന്യൂസുകൾ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക, നിങ്ങൾ കാണുന്നതാണല്ലോ, പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഉടനെ ഇന്നോ നാളെയോ ഭീകരാക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സ്വന്തം ആസ്ഥാനത്താരും ബോംബ് വയ്ക്കില്ലല്ലോ. അഥവാ വയ്ക്കേണ്ടി വന്നാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആ ആസ്ഥാനം തകർത്തിട്ട് രക്ഷപ്പെടുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അവരത് ചെയ്യുകയുള്ളൂ. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനമെന്ന് ആശങ്കപ്പെടാതിരിക്കുവാൻ സാധ്യമല്ല. ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏത് തരത്തിലും അവർക്ക് ഭീകരവാദികൾക്ക് ഇഷ്ടമല്ലാത്ത, ജിഹാദികൾക്ക് ഇഷ്ടമല്ലാത്ത വന്ദേമാതരം പോലും പാടാൻ അല്ലെങ്കിൽ ആലപിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ മടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളുമുള്ള കേരളം എന്ന നാട് അൽ കേരളമായി വലിയ വലിയ ഭീകരവാദ ആക്രമണങ്ങൾക്ക് താമസിയാതെ സാക്ഷ്യം വഹിച്ചാലും, അല്ലെങ്കിൽ വലിയ രാജ്യത്തൊട്ടാകെ നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ദൗർഭാഗ്യം കൊണ്ട് നടന്നു പോയാൽ ആ നടപ്പാക്കപ്പെട്ട ഭീകരവാദാക്രമണ പദ്ധതിയുടെ പ്രധാന ആസൂത്രണം നടന്ന പ്രദേശമായി കേരളം മാറുവാനും ഇനി അധിക കാലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ 253 അറസ്റ്റുകളുടെയും 80-ന് മേലുള്ള FIRകളുടെയും പശ്ചാത്തലത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭീകരവാദത്തെ സംബന്ധിച്ച് കേരളത്തിലെ സാധാരണ ജനങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ? ഈ വടക്കേ ഇന്ത്യയിലും ഭാരതത്തിലൊട്ടാകെയും ഈ ഭീകരവാദികളുടെ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? ഏതൊക്കെ ലക്ഷ്യങ്ങളായിരിക്കും അവർ കണ്ടെത്തിയിട്ടുണ്ടാകുക, ആക്രമിക്കാൻ ശ്രമിക്കുക? ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും യോജിപ്പും വിയോജിപ്പും എല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.